അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഡയറക്റ്റ് ഹോം PSC മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള മറ്റ് പല ഫാക്റ്റുകളാണ്. ഓൾറെഡി നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തലസ്ഥാന വിശേഷണങ്ങൾ പരിശോധിക്കാം. അതായത് ഓരോ ജില്ലയെയും കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ്, കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഇതെല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണ്, ജസ്റ്റ് വായിച്ചു പോകുന്നതേ ഉള്ളൂ. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. അപ്പോൾ അടുത്തൊരു ഫാക്റ്റാണ്, ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനമാണ് കൊല്ലം. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് കൊല്ലം. നെക്സ്റ്റ്, തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനമാണ് പത്തനംതിട്ട. തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനമാണ് പത്തനംതിട്ട. അതോർത്തിരിക്കാൻ സിമ്പിളാണ്. ഓൾറെഡി ശബരിമലയ്ക്കുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയാണ് ആൻസർ. നെക്സ്റ്റ്, പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. നിങ്ങൾ ആറന്മുള കണ്ണാടി എന്നൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. നെക്സ്റ്റ്, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് എറണാകുളം. അത് ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ഓൾറെഡി എറണാകുളത്ത് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും വ്യവസായങ്ങളും കൂടുതലാണ്, ഒരുപാട് ഫാക്ടറികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജനസംഖ്യ പരിപ്പം വളരെ കൂടുതലാണ്. ആ ഒരു ചെറുതായിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഫാക്റ്റ് ഓർത്തിരിക്കാൻ ഈസിയാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് എറണാകുളം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനമാണ് മലപ്പുറം. കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനമാണ് മലപ്പുറം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. നെക്സ്റ്റ്, ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ. നെക്സ്റ്റ്, കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മാനാഞ്ചിറ. കോഴിക്കോട് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് മാനാഞ്ചിറ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം. എന്താണ്? കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ തലസ്ഥാന വിശേഷണങ്ങൾ നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനമാണ് കൊല്ലം. തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനമാണ് പത്തനംതിട്ട. അത് ഓർത്തിരിക്കാൻ ഒരു ഫാക്റ്റ് ഉണ്ട് അവിടെ, ശബരിമല ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് എറണാകുളം. കേരളത്തിൻ്റെ ഫുട്ബോൾ തലസ്ഥാനമാണ് മലപ്പുറം. അതും ഓർത്തിരിക്കാൻ ഈസിയാണ്, മലപ്പുറം. അടുത്തത്, എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ. കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മാനാഞ്ചിറ. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് നീലേശ്വരം. പിന്നെ അടുത്തൊരു ഫാക്റ്റാണ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ കണിക്കൊന്നയാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന എല്ലാത്തിൻ്റെയും നമുക്ക് ഈ സാധാ നോർമൽ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ എന്താ പറയുക, ശാസ്ത്രീയ നാമം കൂടി പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. അതും PSC എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല എന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന, അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല. നെക്സ്റ്റ്, ഔദ്യോഗിക വൃക്ഷം അത് തെങ്ങാണ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോസ് ന്യൂസിഫറ. ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്, അതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോസ് ന്യൂസിഫറ. അതുപോലെ തന്നെ ഈ തെങ്ങ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഈ എന്താ പറയുക ശാസ്ത്രീയ നാമം മനസ്സിലാക്കാനൊരു ഐഡിയ ഉണ്ട്. ഈ കൊക്കോസ് എന്നതിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു ആൻസർ. കാരണം കൊക്കോസ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് എന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്റ്റാണ് ഔദ്യോഗിക പക്ഷി. ഔദ്യോഗിക പക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പലാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസിറോസ് ബിക്കോർണിസ്. അപ്പോൾ മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസിറോസ് ബിക്കോർണിസ്. അത് ഈ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, ഔദ്യോഗിക മൃഗമാണ്. അതെല്ലാവർക്കും അറിയാം, ആനയാണ്.
അപ്പോൾ ആനയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇതൊരു 3 വേർഡാണ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. നമ്മൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് എലിഫസ് എന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. PSC ഇങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്ന കാരണം പല രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ ഫാക്റ്റും മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ആനയാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഔദ്യോഗിക മത്സ്യമാണ്. അത് കരിമീനാണ്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ എട്രോപ്ലസ് സുരാറ്റൻസിസ്. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. അതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ എട്രോപ്ലസ് സുരാറ്റൻസിസ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് കരിക്കിൻ വെള്ളം. അതും നമുക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് കരിക്കിൻ വെള്ളം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. അതും എല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. ചക്കയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടോകാർപ്പസ് ബെറ്ററോഫില്ലസ് എന്നാണ്. ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡുകൾ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലസ്. അപ്പോൾ ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് മാസം 21-നാണ്. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2018 മാർച്ച് മാസം 21-നാണ് ഈ ചക്കയെ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ചത്. അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ബുദ്ധമയൂരി. പിന്നെ അതിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പിലോ ബുദ്ധ എന്നാണ്. അത് മാത്രമല്ല, ഈ ഔദ്യോഗിക ചിത്രശലഭത്തിന് ബുദ്ധമയൂരി എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ മലബാർ ബാൻഡഡ് പീകോക്ക് എന്നും പറയും. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നോക്കുക. ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരി. അതിൻ്റെ മറ്റൊരു പേരാണ് മലബാർ ബാൻഡഡ് പീകോക്ക്. അതുപോലെ തന്നെ ഈ ബുദ്ധമയൂരി എന്ന ചിത്രശലഭത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാപ്പിലോ ബുദ്ധാസ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ് MT വാസുദേവൻ നായർ. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് പറഞ്ഞ കവിയാണ് MT വാസുദേവൻ നായർ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായിട്ട് സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് റാണി ജോർജ്. കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് റാണി ജോർജ്. നെക്സ്റ്റ്, കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം. അപ്പോൾ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയാണ് അറിവോരം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഭ TV. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കേരളവും അതിൻ്റെ വിശേഷണങ്ങളും എന്നൊരു ടോപ്പിക്ക് പരിചയപ്പെടാം. അതായത് കേരളത്തിൻ്റെ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യമായിട്ടുള്ളൊരു ഫാക്റ്റ്, കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്ന നഗരമാണ് നെല്ലിയാമ്പതി. അപ്പോൾ കേരളത്തിൻ്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നതാണ് നെല്ലിയാമ്പതി. നെക്സ്റ്റ്, കേരളത്തിൻ്റെ മാങ്ങാ നഗരം എന്നറിയപ്പെടുന്നത് മുതലമട. കേരളത്തിൻ്റെ മാങ്ങാ നഗരമാണ് മുതലമട. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ആപ്പിൾ നഗരമാണ് കാന്തല്ലൂർ. അപ്പോൾ കാന്തല്ലൂർ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ആപ്പിൾ നഗരമാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ചന്ദന നഗരമാണ് മറയൂർ. കേരളത്തിൻ്റെ ചന്ദന നഗരമാണ് മറയൂർ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിൻ്റെ ഊട്ടിയാണ് റാണിപുരം. അപ്പോൾ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് റാണിപുരം. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് നെല്ലിയാമ്പതി. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊടികുത്തിമല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു 3 ഫാക്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, കാരണം കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് മനസ്സിലാക്കി വേർതിരിച്ച് തന്നെ പഠിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ ഊട്ടിയാണ് റാണിപുരം. അടുത്ത ഫാക്റ്റ് പറഞ്ഞത് പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് നെല്ലിയാമ്പതി. പിന്നെ പറഞ്ഞൊരു ഫാക്റ്റാണ് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊടികുത്തിമല. പിന്നെ അടുത്തൊരു ഫാക്റ്റ്, മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നതാണ് അരിമ്പ്ര ഹിൽസ്. എന്താണ് പറഞ്ഞത്?
മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അരിമ്പ്ര ഹിൽസ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടമാണ് കേരളം. അപ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിനൊരു വിശേഷണമുണ്ട്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് കേരളം. നെക്സ്റ്റ്, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നതിൻ്റെ ആൻസറാണ് കേരളം. അപ്പോൾ ഇപ്പോൾ കേരളത്തിനെ പറ്റി 2 ഫാക്റ്റ് നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് ആൻസർ. അടുത്തതായി പറഞ്ഞത് തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസറാണ് കേരളം. അടുത്തതായിട്ടൊരു ഫാക്റ്റ്, കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണമാണ് ബാലരാമപുരം. എന്താണ്? കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണമാണ് ബാലരാമപുരം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ നെതർലാൻഡാണ് കുട്ടനാട്. അപ്പോൾ കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. നെക്സ്റ്റ്, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അതുപോലെ തന്നെ ചുണ്ടൻ വെള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും കുട്ടനാടാണ്. അത് മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു ഫാക്റ്റാണ്, എങ്കിലും നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നതും കുട്ടനാട് തന്നെയാണ്. കേരളത്തിൻ്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. എന്താണ്? കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അടുത്തൊരു ഫാക്റ്റ്, കുട്ടനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. കുട്ടനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അടുത്ത ഫാക്റ്റ്, 5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് 2 ഫാക്റ്റ് പഠിച്ചു. കുട്ടനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. അതുപോലെ തന്നെ 5 വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, 3 സീകളുടെ നാട്, അതായത് ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി. അപ്പോൾ 3 സീകളുടെ നാട് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയാണ്. ആ 3 സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. ആ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ കയർ ഗ്രാമമാണ് വയലാറ്. കേരളത്തിൻ്റെ കയർ ഗ്രാമമാണ് വയലാറ്. അത് കയർ വയലാർ എന്നുള്ളൊരു ടൈമിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കയർ വയലാർ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷൻ വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ കയർ ഗ്രാമമാണ് വയലാറ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ പക്ഷി ഗ്രാമമാണ് നൂറനാട്. കേരളത്തിൻ്റെ പക്ഷി ഗ്രാമമാണ് നൂറനാട്. നെക്സ്റ്റ്, കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമമാണ് വട്ടവട. അപ്പോൾ വട്ടവട എന്ന സ്ഥലത്തിൻ്റെ ഒരു വിശേഷണമാണ് കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമമാണ് ബാലുശ്ശേരി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ നേത്രദാന അവയവദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. അപ്പോൾ ചെറുകുളത്തൂറിന് 2 സവിശേഷതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അവയവദാന ഗ്രാമം. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ആൻസർ ചെറുകുളത്തൂർ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമമാണ് പനമരം. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമമാണ് പനമരം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കേരളത്തിലെ മഴനിൽ പ്രദേശമാണ് ചിന്നാർ. എന്താ പറഞ്ഞത്? കേരളത്തിലെ മഴനിൽ പ്രദേശമാണ് ചിന്നാർ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. അപ്പോൾ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. ഇനി അവസാനത്തെ ഒരു ഫാക്റ്റാണ്, കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വാഗമൺ. അപ്പോൾ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വാഗമൺ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഫാക്റ്റുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക. നിങ്ങൾക്ക് നോട്ട് എഴുതി പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഏതാ കംഫോർട്ടബിൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് പഠനം മുന്നോട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.